ചോര കുടിക്കുന്ന വാമ്പയറിനെ കുറിച്ച് മാത്രമല്ല നിങ്ങൾ കേട്ടിട്ടുള്ളൂ, എന്നാൽ ഇനി പല രീതിയിൽ ചോര കഴിക്കുന്ന മനുഷ്യരെ കുറിച്ച് കേട്ടോളൂ. അനിമൽസിനെ അറുത്തെടുത്ത് അവരുടെ രക്തം ശേഖരിച്ച് അത് ശുദ്ധീകരിച്ച് അതിൽ ആന്റികോയാഗുലന്റ് ചേർത്ത് പ്ലാസ്റ്റിക് ബാഗ്സിലോ ബോട്ടിൽസിലോ പാക്ക് ചെയ്ത് റെഫ്രിജറേറ്റ് ചെയ്യുന്നു. പിന്നീട് അത് ഫ്രഷ് ബ്ലഡ്, പൗഡർ ബ്ലഡ്, ഫ്രോസൺ ബ്ലഡ് എന്നൊക്കെയായി മാർക്കറ്റിൽ ലഭിക്കുന്നു. ബ്രിട്ടനിലും ജർമ്മനിയിലും ഫ്രാൻസിലും വളരെ പ്രചാരത്തിലുള്ള ബ്ലഡ് സോസേജ്, അതുപോലെ നട്ട്സ്, മീറ്റ് എന്നിവ ചെയ്തു വരുന്ന പ്രോസസ് വളരെ പോപ്പുലറാണ്. ഏഷ്യയിലെ തന്നെ ചൈന, കൊറിയ എന്നീ രാജ്യങ്ങളിൽ പിഗിന്റെ ബ്ലഡ് കട്ടയാക്കി നിർമ്മിക്കുന്ന ബ്ലഡ് ടോഫോ എന്നറിയപ്പെടുന്ന ബ്ലഡ് പുഡിംഗ് വളരെ പോപ്പുലറാണ്. എന്തിനു പറയാനാ, ഇന്ത്യയിലെ തന്നെ പല തെക്കൻ സംസ്ഥാനങ്ങളിലും മേഘാലയ, മണിപ്പൂർ എന്നീ സ്ഥലങ്ങളിലും ചില വിഭാഗം ആൾക്കാർ ചോര കൊണ്ടുള്ള കറിയും മറ്റൊന്നും കഴിക്കാറുണ്ട്. ശുദ്ധമായ ഒരിടത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്ത് ഏറെ സമയം കുക്ക് ചെയ്തതിനു ശേഷമാണ് ഇവരെല്ലാം ബ്ലഡ് ഭക്ഷിക്കുന്നത്. ഇത് കേട്ട് ഓടിച്ചെന്ന് ആരുടെയും രക്തം ഊറ്റി കുടിക്കില്ലേ, വളരെ ഗുരുതരമായ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക, പല റിലീജിയനിലും ആനിമൽ ഹ്യൂമൻ ബ്ലഡ് കഴിക്കുന്നത് നിഷിദ്ധമാക്കിയിരിക്കുന്നു. ദയവായി ഈ കണ്ടന്റ് ഇൻഫർമേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഇനി കളിയിൽ അല്പം കാര്യം പഠിക്കാം. സ്റ്റേ ട്യൂൺഡ് വിത്ത് കാലിഡോ.